കുറച്ചും കൂടെ കൊച്ച വേണം. പക്ഷേ വളരെയധികം സന്തോഷമുണ്ട്. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ സീസൺ 3യുടെ ഭാഗമായിട്ട് ഇനോഗ്രൽ ദിവസം തന്നെ വന്ന് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാനും എൻ്റെ ബാൻഡിനും ഒരുമിച്ച് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെങ്കിൽ കൂടി വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻറ്റും കൂടിയാണ് നമുക്കറിയാലേ. എടാ ദാസ, നമുക്ക് എന്താടാ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞേ എന്നുള്ളൊരു ഡയലോഗ് അല്ലെങ്കിൽ അല്ലേ പറയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ ബേക്കൽ? ഇല്ല. നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ തന്നെ നമ്മൾ അതുല്യ കലാകാരൻ ശ്രീനിവാസൻ സാർ നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ശ്രീനിയേട്ടൻ നമ്മളിന്ന് വിട്ടുപോയിരിക്കുകയാണ്. രാവിലെ ഇന്ന് വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ അത്രയും അധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്, ഒരു സംവിധായകനാണ്, ഒരു തിരക്കഥാകൃത്താണ്, ഒരു നടനാണ്, ഒരു മനുഷ്യനാണ്. ഹ്യൂമർ അല്ലെങ്കിൽ നർമ്മത്തിൻ്റെയൊക്കെ വേറൊരു തലം നമ്മളെ കാണിച്ചു തന്ന ഒരു കലാകാരനാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു ആദരസൂചകം എന്ന രീതിയിൽ നമുക്കൊരു കുറച്ചു നേരം മൗനം ആയിട്ടിരിക്കണം. അല്ല, നമ്മൾക്ക് ഇവിടെ കുറച്ച് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ ഉണ്ട്. ചേട്ടാ ഇങ്ങനെ ചിരിച്ചാൽ മാത്രം പോയാൽ നമുക്ക് ഡാൻസ് വേണം കേട്ടോ. ഓക്കെ സർ, വി നീഡ് മോർ ഡാൻസ്, വി നീഡ് മോർ ഓഫ് അപ്ലോസ്. ബിക്കോസ് ഇനി നമുക്ക് ഇത് ശരിക്കും എപ്പോഴും എല്ലാവരോടും ഇങ്ങനെ നമ്മൾ പാട്ട് പാടുന്നു നിർബന്ധിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ കൂടെ ബിക്കോസ് നമ്മുടെ പരിപാടിയാണ്. അത് മാത്രമേ നമ്മുടെ ഒരു കുടുംബമായിട്ടല്ലേ. ബേക്കലിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ എനിക്കൊരു എല്ലാവരും കാണുമ്പോൾ ഒരു ഫാമിലി ഫീലാണ്. അപ്പൊ ഒരു കുടുംബമായിട്ട് ഒരു ഒത്തുചേർന്ന് നമ്മൾ ഈ ഷോ പൊളിക്കല്ലേ? പോരാ, പൊളിക്കല്ലേ? യെസ്, അതാണ് വേണ്ടത്. നമുക്ക് ഇത് വേണം. ഓക്കെ, പോയാലോ? ക്രിസ്പിൻ, ഇത് ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരിവായ പാട്ടാണെന്ന്. അപ്പൊ ഏതായിരിക്കും എൻ്റെ ജീവിതത്തിൽ? സത്യം പറഞ്ഞാൽ ഞാൻ പാട്ട് ഇങ്ങനെ പാടി ഇത്രയും നല്ല മ്യൂസീഷ്യൻസിന്റെ കൂടെയൊക്കെ ഇങ്ങനെ പാടുന്നൊന്നും ഞാൻ ലൈവായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിച്ച് പാടുന്നൊന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കരുതിയിട്ടില്ല. പക്ഷെ ഇപ്പം എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണെന്ന് ഈ ഒറ്റ പാട്ടുകൊണ്ടാണ്. പാട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കൂടെ പാടാനും പറ്റും. ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ബാലു, തുടങ്ങിയാലോ?
അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങനെ. പക്ഷെ പോരാതിരുന്ന എങ്ങനെയാ, നമുക്ക് പരിപാടി കണ്ടേ. ചേച്ചിക്കും മീര ചേച്ചിക്കൊക്കെ ജസ്റ്റ് ഒന്ന് മൈക്ക് കൊടുത്തു. ആഹാ, അടിപൊളി. രമ്യ നമ്പീഷൻ ലൈവ് അല്ലേ? സംതൃപ്തരായി ഞങ്ങൾ എല്ലാരും. മൊഴികളിൽ നീരാടാം, മിഴികൾ നീന്തിയലയാം, ഇരുളിലോ തിരിയാകാം എന്നും.
പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? कैसे बताए यूं तुझको चाहे, बातें दिलों की देखो जो बाती आंखें तुझे समझाए, तू जाने ना, तू जाने ना, तू जाने ना, तू जाने ना। निगाहों में देखो मेरी जो है बस यहाँ, वो है मिलता तुमसे हूबहू। वो जाने तेरी आंखें थी बातें थी वजह, हुए तुम जो दिल की आरज़ू, तुम पास होके भी, तुम आस होके भी, एहसास होके भी, अपने नहीं ऐसे हमको गिले, तुमसे न जाने क्यों मिलोगे, है फासले तुमसे न जाने क्यों। ബാക്കി ഒരു പാടാൻ. तू जाने ना, तू जाने ना, तू जाने ना, तू जाने ना. എല്ലാവരും ഒരുമിച്ച് പാടും. तू जाने ना, तू जाने ना, तू जाने ना, तू जाने ना. വെണ്ണിലാ ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിലെ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊടിയെടുക്കാൻ വാ. ഒന്ന് ബേക്കലുകാർക്ക് ഇത് പാടണം എന്നാണ് പറയുന്നത് അല്ലേ? വെണ്ണില അയ്യ അതെന്തത് ചന്ദനക്കിണ്ണം അതാരാ പാടിയത്? അതാരാണ് അങ്ങനെ പാടിയത്? என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை வாராமல் போனால் மலை மீது தீ குளிப்பேன். என் உயிர் போகும் போராடும் துயர் இல்லை பெண்ணே, அதற்காக வரும் எதிர்காலம் உன் மீது பழி போதும் பெண்ணே, அதற்காக வாடினேன். முதலா முடிவா அதை உன் கையில் கொடுத்து விட்டேன்.
താങ്ക് യു. അടിപൊളി. ഇപ്പോഴാണ് നിങ്ങളുടെ ഒരു എനർജി എനിക്ക് കിട്ടിയത്. താങ്ക് യു സോ മച്ച് ഗേൾസ്. ലവ് യു.